ഹായ് ഫ്രണ്ട്സ്, സൗദി തൊഴിൽ നിയമത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സൗദി തൊഴിൽ നിയമത്തിലെ ആർട്ടിക്കിൾ 94 എന്താണ് എന്നാണ് പരിശോധിക്കുന്നത്. അതായത് നമ്മൾ വളരെയധികം പ്രതീക്ഷയോടുകൂടിയാണ് സൗദി അറേബ്യയിൽ ചിലപ്പോൾ ജോലിക്ക് പോകുന്നത്. അങ്ങനെ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ നിർഭാഗ്യവശാൽ കൃത്യമായി ശമ്പളം നൽകാത്ത ഒരു കമ്പനിയിലാണ് നമ്മൾ ചെന്ന് പെടുന്നതെന്ന് വിചാരിക്കാം. പലർക്കും പല ഭാഗ്യമാണ്. ചിലർ നല്ല കമ്പനിയിൽ കൃത്യമായിട്ട് ശമ്പളം കിട്ടുന്ന കമ്പനികളിൽ ചെന്നുപെടും, ചിലർ കൃത്യമായിട്ട് ശമ്പളം കിട്ടാത്ത കമ്പനികളിൽ ചെന്നുപെടും. എന്തായാലും ഞാൻ ഈ ആർട്ടിക്കിൾ 94 അങ്ങനെ ശമ്പളം വൈകി കിട്ടുന്നവർക്കുള്ള ഒരു നിയമമാണ്. ആർട്ടിക്കിൾ 94 പ്രകാരം നിങ്ങൾക്ക് ശമ്പളം കൃത്യമായിട്ട് ലഭിച്ചില്ല എങ്കിൽ 5-6 മാസത്തെ ശമ്പളം ഡിലേ വന്നു കഴിഞ്ഞാൽ ആ ഡിലേക്ക് നഷ്ടപരിഹാരം ലഭിക്കാൻ നിങ്ങൾക്ക് അർഹതയുണ്ട്. അതാണ് ആർട്ടിക്കിൾ 94. ആ ആർട്ടിക്കിൾ 94 പ്രകാരം നിങ്ങൾക്ക് കേസ് ഫയൽ ചെയ്യാം. കൃത്യമായിട്ട് ശമ്പളം തരുന്നില്ല എന്നത് ലേബർ ഓഫീസിൽ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര മാസം ശമ്പളം കിട്ടാത്തതുണ്ടോ അത്രയും ശമ്പളത്തിനുള്ള നഷ്ടപരിഹാരം. ചിലപ്പോൾ ആ എത്ര ദിവസമാണ് ഡിലേ വന്നിരിക്കുന്ന ശമ്പളം ആ തുക നഷ്ടപരിഹാരമായിട്ട് ലഭിക്കും. അതല്ലെങ്കിൽ ചിലപ്പോൾ കോടതി വിധികളിലൂടെയൊക്കെയാണ്, ചിലപ്പോൾ കോടതി വരെയൊക്കെ എത്തും ചില കേസുകളൊക്കെ. സാധാരണഗതിയിൽ ലേബർ ഓഫീസിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എളുപ്പം തീർപ്പാക്കും. നമ്മളൊരു വെള്ള പേപ്പറിൽ പരാതി കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഇതിനൊക്കെ അവരോ കഫീലന്മാരെ വിളിപ്പിച്ചിട്ട് പെട്ടെന്ന് തീർപ്പ് കൽപ്പിക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താണ്, ആ വൈകിയ കാലയളവിലുള്ള നഷ്ടപരിഹാരം കൊടുക്കാൻ പറയും. ആ തുക നഷ്ടപരിഹാരമായിട്ട് കൊടുക്കാൻ പറയും. എത്ര വൈകിട്ടുണ്ടോ, ഇപ്പോൾ ഒരു 3 മാസത്തെ ഡിലേ ഉണ്ടെങ്കിൽ ആ 3 മാസത്തെ ഡിലേ അത്രയും തുക തന്നെ നഷ്ടപരിഹാരമായിട്ട് കൊടുക്കാൻ പറയും. അതല്ല ഇനിയിപ്പോൾ നമ്മൾ കോടതിയിൽ എല്ലാം എത്തിപ്പെടുന്നത്, കോടതി വരാൻ പോവുകയാണെങ്കിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ കോടതി അനുവദിക്കുന്ന തുക കുടിശ്ശിക എത്രയുണ്ടോ അതിൻ്റെ ഇരട്ടി ചിലപ്പോൾ നഷ്ടപരിഹാരമായിട്ട് കൊടുക്കാൻ കോടതി വിധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള രീതിയിൽ നഷ്ടപരിഹാരം വാങ്ങിച്ചെടുക്കാൻ പറ്റുമോ? അത് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടും ഉചിതമാണ്. നഷ്ടപരിഹാരത്തിന് ശമ്പളം ഡിലേ ആയാൽ ആ ഡിലേ ആകുന്ന കണക്കനുസരിച്ച് നിങ്ങൾക്ക് നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ട്. എത്ര ദിവസം നിങ്ങൾ ഡിലേ ആകുന്നു അത്രയും ദിവസത്തെ ശമ്പളം നിങ്ങൾക്ക് കോമ്പൻസേഷനായിട്ട് തരാൻ കമ്പനി ബാധ്യസ്ഥ. ഇത് അറിഞ്ഞിരിക്കുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. എല്ലാവരും അറിഞ്ഞിരിക്കട്ടെ. താങ്ക് യു.